ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് നിസിറോസ് വോൾക്കാനോ എക്സ്പ്ലോഷൻ ഉണ്ടായ സ്ഥലമുണ്ടോ അവിടേക്കാണ്. അത് കുറച്ച് ഹൈ ടോപ്പിലാണ്. അപ്പൊ നമുക്ക് അവിടേക്ക് പോകണമെങ്കിൽ ബസ്സിൽ വേണം പോകണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ഞങ്ങൾ തിരിച്ച് നടന്നു, വില്ലേജിൽ നിന്ന് തിരിച്ച് നടന്നു. ഇവിടെ എല്ലാവർക്കും സ്കൂട്ടർ ഉണ്ട് കേട്ടോ. കാരണം ചെറിയൊരു വില്ലേജ് അല്ല, അവരെല്ലായിടത്തേയും പോകാൻ സ്കൂട്ടറാണ് യൂസ് ചെയ്യണത്. ഒരുപാട് മൂവി സീൻസിൽ കണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ പ്ലേസ് ഒക്കെ. അങ്ങനെ ഞങ്ങൾ ബസ് കയറി. ബസ്സിൽ നിന്നുള്ള വ്യൂ അതിലും അടിപൊളിയാണ് കേട്ടോ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സ് വരും. ഭയങ്കര പേടിയാ. കാരണം ബാരിക്കേഡൊന്നും ഇല്ലേ, ചെറിയൊരു ഗ്യാപ്പുള്ള റോഡും ആ കുഴിയിലേക്കും. ചെറുതായിട്ടൊന്ന് തെന്നിയുണ്ടെങ്കിൽ ആ കുഴിയിലേക്ക് വീഴും. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിട്ടോ, നിസിറോസ് മ്യൂസിയത്തിലെത്തി. ഈ വോൾക്കാൻ എക്സ്പ്ലോഷൻ ഉണ്ടായ സ്ഥലം കാണാനായിട്ട് കുറച്ച് അങ്ങോട്ട് ടോപ്പിലേക്ക് കയറണം. അത് ഞങ്ങൾ അങ്ങോട്ട് നടന്നു. അവിടെ അടിപൊളി വീടുകളാണ് കേട്ടോ. ഈ എക്സ്പ്ലോഷൻ ഉണ്ടായിട്ടുള്ളത് 1600 വർഷം മുന്നാണ്. അവിടെ ചെറിയൊരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് വോൾക്കാനോ എക്സ്പ്ലോഷൻ ഉണ്ടായ സ്ഥലം. ആ കുഴിയിലാണ് വോൾക്കാനോ എക്സ്പ്ലോഷൻ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ആ കുഴിയിലേക്ക് ഇറങ്ങാൻ പറ്റും കേട്ടോ, പതുക്കെ നടന്നിറങ്ങാം. പക്ഷെ ഞാൻ ഇറങ്ങിയില്ല കേട്ടോ, ഭയങ്കര ചൂടാണ്. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഭയങ്കര ചൂടാണ്. അപ്പൊ അവിടേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി ചൂടായിരിക്കും. അവിടെ ഈ ഉറുമ്പരിക്കുന്ന പോലെ നടക്കുന്ന മനുഷ്യന്മാരാണ് കേട്ടോ. അത് കാണാനായിട്ട് ഇറങ്ങിയ ടൂറിസ്റ്റുകളാണ് അവിടെ ഉള്ളത്. ഞാൻ ഇറങ്ങിയില്ല. ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. ഒരു കൂൾ കോഫി കുടിച്ച് അവിടെ ഇരുന്നു ഞാൻ. അത് കണ്ട് തിരിച്ച് ഞങ്ങൾ റിസോർട്ടിലേക്ക് മടങ്ങി. അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഈ പഠിക്കുമ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഈ വോൾക്കാൻ എക്സ്പ്ലോഷനൊക്കെ നമ്മളിങ്ങനെ ജോഗ്രഫിയൊക്കെ ബുക്കിൽ കണ്ടിട്ടുണ്ട്. ലൈഫിൽ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. അങ്ങനെ നേരിട്ട് കാണാനൊരു ഭാഗ്യമുണ്ടായി. നമ്മൾ ലൈഫിൽ ഒരിക്കലും ഇതൊക്കെ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അടിപൊളിയാണ്. ചൂടാണ് സഹിക്കാൻ പറ്റാത്തത്. നമ്മളങ്ങോട്ട് ഉരുകും. അപ്പൊ എത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ.